Meet the editors. പ്രതീക്ഷിച്ച പൊട്ടിത്തെറിയോ എന്നതാണ് ചോദ്യം. ഉണ്ണിവർഷൻ, നമ്മൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, തിരഞ്ഞെടുപ്പ് പരാജയം വന്നാൽ ഏത് പാർട്ടിയിലായാലും അത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. അതല്ലേ സംഭവിച്ചത്? ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബി ജെ പിയിൽ അതിശക്തമായൊരു നീക്കം, അത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ മറയാക്കി കെ സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആഭ്യന്തരമായി ബി ജെ പിക്കുള്ളിൽ നടക്കുന്നൊരു നീക്കമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. നമുക്കറിയാമല്ലോ, പാലക്കാടാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും സുപ്രധാനമായ മണ്ഡലങ്ങളിലൊന്ന്. ബി ജെ പി ഏറ്റവും മികച്ച വളർച്ച കാഴ്ചവെച്ചിട്ടുള്ളതും പാലക്കാടാണ്. നിയമം ഒരു ഫ്ലൂക്കായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം എന്താ വെച്ചാൽ അവിടെ അന്ന് മത്സരിച്ചത് സുരേന്ദ്രൻപിള്ള എന്ന് പറഞ്ഞ UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. സുരേന്ദ്രൻപിള്ളയ്ക്ക് ആകെ കിട്ടിയ എത്ര വോട്ടാണെന്നറിയാമോ? 13,860 വോട്ട്. എന്താണ് UDFൻ്റെ വോട്ട് ഷെയർ നിയമത്ത്? 9.70, 10% താഴെ. അപ്പോൾ 10% താഴെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ UDF വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ നിയമത്ത് മാത്രമാണ്. 2021 ഒരു രാജഗോപാലിന് അവിടെ ബി ജെ പിക്ക് അവിടെ വിജയിക്കാൻ സാധിച്ചില്ലല്ലോ, അവർക്ക് ആ മണ്ഡലം നിലനിർത്താൻ സാധിച്ചില്ലല്ലോ. അപ്പോൾ അന്നത്തെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ശിവൻകുട്ടിക്കെതിരായിട്ടുള്ള ഒരു വികാരം, രാജഗോപാലിന് അനുകൂലമായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ്, ഏറ്റവും മോശപ്പെട്ട ഒരു UDF സ്ഥാനാർത്ഥി, ഈ ഘടകങ്ങളെല്ലാം കൂടെ പ്രവർത്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ബി ജെ പിക്ക് സീറ്റ് കിട്ടി. എന്നാൽ പാലക്കാട് അങ്ങനെയല്ല. നമ്മൾ നോക്കൂ, 2011 മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഘട്ടം ഘട്ടമായി അവരുടെ വോട്ട് വിഹിതവും വർദ്ധിപ്പിച്ചുകൊണ്ട് ബി ജെ പി വളർച്ച കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണതെന്ന് മാത്രമല്ല, 2021 കപ്പിനും ചുണ്ടിനും ഇടയിലാണല്ലോ ആ സീറ്റ് നഷ്ടമായത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ ബി ജെ പി വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തിയിട്ടുണ്ടല്ലോ. ചില കാരണങ്ങളാൽ ബി ജെ പിക്ക് വിജയിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പം മത്സരം നടന്ന ആരൊക്കെ തമ്മിലായിരുന്നു? UDFും ബി ജെ പിയും തമ്മിലല്ലേ. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലം കേരളത്തിൽ വേറെ ഏതാ ഉള്ളത്? പാലക്കാടാണുള്ളത്. ആ പാലക്കാട് എന്താ സംഭവിച്ചിരിക്കുന്നത്? പാലക്കാട് 11,000 വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കൃഷ്ണകുമാറിന് കുറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ഈ 11,000 വോട്ട് എവിടെ പോയി എന്ന് ബി ജെ പി അന്വേഷിക്കണം. 50,000 വോട്ടായിരുന്നു 21 ഈ ശ്രീധരൻ പിടിച്ചതെങ്കിൽ 39,000 വോട്ടുകൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് കിട്ടിയിട്ടുള്ളത്. എന്നാൽ മറ്റ് രണ്ട് പാർട്ടികളും മത്സരിച്ച CPM-ഉം കോൺഗ്രസും ഒരേ സമയത്ത് അവരുടെ വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസിന് 4,000 വോട്ട് വർദ്ധിച്ച് 58,000 അവരുടെ വോട്ടെന്ന് പറയുന്നത്. നമുക്ക് സരിൻ്റെ വോട്ട് നോക്കൂ, 36,000 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം CP പ്രമോദിന് കിട്ടിയെങ്കിൽ 37,000 സരിന് ആ വോട്ട് വർദ്ധിപ്പിച്ചു. CPM നേരിട്ട പ്രശ്നം എന്താ? ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക കേരളം. ആ സമയത്താണ് അവിടെ CPM വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ CPM-ഉം വോട്ട് വർദ്ധിപ്പിച്ചു, കോൺഗ്രസും വോട്ട് വർദ്ധിപ്പിച്ചു. പക്ഷേ ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിച്ചിട്ടില്ല. 4,000 വോട്ട് കോൺഗ്രസ് എങ്ങനെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്? അത് കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരനിലേക്ക് പോയ വോട്ടാണെന്നേ. ആ വോട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. 1000 വോട്ട് സരിൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതും നിശ്ചയമായും ശ്രീധരന് കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്യപ്പെട്ട വോട്ടാകാനാണ് സാധ്യത. അങ്ങനെ 5,000 കഴിഞ്ഞാൽ പിന്നെ 6,000 വോട്ട് കാണാനുണ്ടല്ലോ. ഈ 6,000 വോട്ട് എവിടെ പോയി? 6,000 വോട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. അതാണ് വസ്തുത. എങ്ങനെയാണ് പോൾ ചെയ്യപ്പെടാതിരുന്നത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ, ഈ CPM-ഉം കോൺഗ്രസും തമ്മിൽ വലിയ വിവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ RSS-ഉം ബി ജെ പിയൊക്കെ വീടാന്തരം കയറി അതിഗംഭീരമായിട്ട് ഗ്രൗണ്ട് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. RSS അവിടെ എന്ത് പണിയെടുത്തെന്നുള്ളത് ഇനി അന്വേഷിക്കണം. കാരണം ഈ 6,000 വോട്ട് പോളിംഗ് ബൂത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ അത് വലിയ സംഘടനാപരമായിട്ടുള്ള വീഴ്ചയാണല്ലോ. ആ പണി ആരാണ് ആ പാർട്ടിക്കുള്ളിൽ നിന്ന് എടുത്തത് എന്നുള്ള കാര്യം കണ്ടെത്തണം. അത് ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംഭവിച്ചിട്ടുള്ളതാണെന്ന് അതിനകത്ത് ഒരു സംശയവും വേണ്ട. സന്ദീപ് വാര്യർ വലിയ ഫാക്ടറായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. 6,000 പേരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാതിരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ശക്തിയൊന്നും സന്ദീപ് വാര്യർക്ക് അവിടെ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ആ പാർട്ടിക്കുള്ളിലെ ചിലർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അട്ടിമറി നടത്തിയിരിക്കുന്നത്. അത് ആ പാർട്ടി ഗൗരവപൂർവ്വമായിട്ട് അന്വേഷിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കുമ്മനം രാജശേഖരനെയാണല്ലോ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുമായും ചർച്ച ചെയ്യാൻ വേണ്ടി പാർട്ടിയുടെ കോർ കമ്മിറ്റി തീരുമാനിച്ചത്. കുമ്മനം രാജശേഖരൻ പാലക്കാട് പോയി പഞ്ചായത്ത് മുതലുള്ള എല്ലാ നേതാക്കളോടും പ്രവർത്തകരോടും ഒക്കെ സംസാരിച്ചു എന്ന് കെ സുരേന്ദ്രൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 പേരുടെ ഒരു ലിസ്റ്റും തയ്യാറാക്കിയെന്ന് സുരേന്ദ്രൻ പറയുന്നു. ഈ 3 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു നോട്ട് കൂടി വെച്ചിരുന്നു. അതാണ് ഏറ്റവും വലിയ തമാശ. അതും സുരേന്ദ്രൻ എന്ന് പറയുന്നുണ്ട്. ദേശീയ നേതൃത്വത്തിന് അയക്കുകയാണ്. 3 പേരുടെ പേരയച്ചു. എന്നിട്ട് പറഞ്ഞു ഇതിൽ 2 പേര് മത്സരിക്കാൻ സന്നദ്ധരല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദേശീയ നേതൃത്വത്തിന് എന്താ ചെയ്യാൻ കഴിയുക? പിന്നെ പോകുന്ന യഥാർത്ഥത്തിൽ ഒരു പേരാണെന്നേ. ആ പേരെന്ന് പറയുന്നത് കൃഷ്ണകുമാറിൻ്റെ പേര് മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളത്. 3 പേരുടെ നിന്ന് സാങ്കേതികമായി പറയാമെങ്കിലും മറ്റ് 2 പേർ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ ഒരാളുടെ പേര് മാത്രമേ ലിസ്റ്റിലുള്ളൂ എന്നുള്ളതാണ്. ദേശീയ നേതൃത്വത്തോട്ട് വേറൊരു സ്ഥാനാർത്ഥിയൊന്നും ഇറക്കത്തില്ല. സംസ്ഥാന നേതൃത്വം പറയുന്നതാണ് അവർ പരിഗണിക്കുക. അങ്ങനെ അപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് ദേശീയ നേതൃത്വം ഒരു പേര് നിർദ്ദേശിക്കുക. ഇവിടെ ഇപ്പോൾ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വത്തിൻ്റെ അല്ലേ. അവർ പറയുന്ന പേര് തള്ളിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ ദേശീയ നേതൃത്വം നിൽക്കില്ലല്ലോ. കൃഷ്ണകുമാറിൻ്റെ പേര് അന്തിമമായി
കൃത്യമായി ദേശീയ നേതൃത്വം അദ്ദേഹം അവകാശപ്പെടുന്ന നരേന്ദ്രമോദി അമിത്ഷായൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരാണ് തീരുമാനിച്ചതെന്ന് പറയാം. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ, ഇന്നിപ്പം പ്രമീള ശശിധരൻ വന്നിട്ട് എന്താ പറഞ്ഞത്, ആ ചർച്ചകളിൽ ഉടനീളം തുടക്കത്തിൽ തന്നെ ഞങ്ങൾ കൃഷ്ണകുമാറിൻ്റെ പേരിനെതിരായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് 90% ആളുകളും കൃഷ്ണകുമാറിൻ്റെ പേരിനെതിരായിരുന്നു. അത് അവസാനം പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളെല്ലാം ഒന്നിച്ചിറങ്ങി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ കൃഷ്ണകുമാർ ഒരു നല്ല സ്ഥാനാർത്ഥിയല്ല എന്നും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ കൃഷ്ണകുമാറിൻ്റെ പേരുമായി പോയപ്പോൾ നാട്ടുകാർ ചോദിച്ചു നിങ്ങൾക്ക് കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ എന്നാണ് പ്രമീള ശശിധരൻ എന്ന് ചോദിച്ചിരിക്കുന്നത്. അവരുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണാണ്, അപ്പോൾ BJPയുടെ നേതാവാണ്, അകത്തു നിന്ന് തന്നെയുള്ളൊരു അഭിപ്രായമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എതിർപ്പ് കൃഷ്ണകുമാറിന് അവിടെ ഉണ്ടായിരുന്നു. അത് പരിഗണിക്കാതെ എന്തിനാണ് ഏകപക്ഷീയമായി കൃഷ്ണകുമാറിനെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്? അതിൻ്റെ മറുപടി അവർക്ക് പറയേണ്ടി വരും, അത് പ്രവർത്തകരോട് പറയേണ്ടി വരും, അത് ദേശീയ നേതൃത്വത്തോട് പറയേണ്ടി വരും. മാത്രമല്ല അവിടെ ഏതാണ്ട് 18ഓളം കൗൺസിലർമാർ നന്നായി പണിയെടുത്തിട്ടില്ല എന്നൊരു പരാതി ദേശീയ നേതൃത്വത്തിന് പോയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 18 കൗൺസിലർമാർ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, അപ്പുറത്ത് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ കൗൺസിലറാണ് മിനി കൃഷ്ണകുമാർ. ആ മിനി കൃഷ്ണകുമാറിൻ്റെ ബൂത്തിൽ കൃഷ്ണകുമാറിന് വോട്ട് കുറവാണ്, അവിടെ പോയി ഞങ്ങളാണോ ആ വോട്ട് കുറച്ചത് എന്നാണ് ഈ കൗൺസിലർമാർ ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും നീക്കമുണ്ടോ ഞങ്ങൾ കൂട്ടരാജി വയ്ക്കുമെന്നും കൂടി അവർ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിലൊക്കെ പാലക്കാട് BJPയിൽ മാത്രമല്ല കേട്ടോ പ്രശ്നം, പാലക്കാടിനെ മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന BJPയിൽ ഒരു എന്താ പറയുക ഒരു ചേരിപ്പോര് രൂക്ഷമാക്കുന്നു. ആ ചേരിപ്പോര് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ ഒരു വാർത്താസമ്മേളനം നടത്തിയത്. കെ സുരേന്ദ്രൻ ഇന്ന് വാർത്താസമ്മേളനം, നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം നടക്കാനിരിക്കുകയാണല്ലോ BJPയുടെ കൊച്ചിയിൽ. ആ യോഗം എന്താണ്? ആ യോഗം സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗമാണ്. ജില്ലാ ഭരണാധികാരികളെ മുഴുവൻ വിളിച്ചു ചേർത്തുകൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് BJP. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു യോഗമാണ് നാളെ വിളിച്ചിരിക്കുന്നത്. ആ യോഗത്തിൽ സ്വാഭാവികമായിട്ടും പാലക്കാട് ചർച്ചയ്ക്ക് വരുമായിരിക്കും. പക്ഷേ ഇന്ന് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉത്തരവാദിത്വം സുരേന്ദ്രൻ ഏറ്റെടുത്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി ഉണ്ടല്ലോ, ഇതിനു മുമ്പും ചില പ്രസിഡന്റുമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ പ്രസിഡന്റുമാരുടെ കീഴിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ട് തോറ്റിട്ടുണ്ടല്ലോ. അതിനകത്ത് അദ്ദേഹം പേരെടുത്താണ് പറഞ്ഞത്, വി മുരളീധരൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞത്, നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും പിറവത്തും ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പിറവത്ത് എത്ര വോട്ടാണ് കിട്ടിയത്? 2000 വോട്ട്. ആ 2000 വോട്ട് കിട്ടിയ സമയത്ത് വി മുരളീധരൻ രാജിവെച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പോര് വളരെ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം പ്രശ്നമായി. സുരേന്ദ്രനെതിരായിട്ടൊരു പടയൊരുക്കം ആ പാർട്ടിക്കുള്ളിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു മുഖം മൂടി മാത്രമാണ് യഥാർത്ഥത്തിൽ കൃഷ്ണകുമാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രനെതിരായിട്ടുള്ളൊരു പടയൊരുക്കമാണ് BJPക്കുള്ളിൽ നടക്കുന്നത്. അതിൻ്റെ പിന്നിൽ പല നേതാക്കളുമുണ്ട്. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഈ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുക്കാനൊക്കെ പല ആളുകളും ശ്രമിക്കും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള പാർട്ടിയാണ് BJP, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ പല പാർട്ടികളിലും ഇത്തരത്തിലുള്ള ആഭ്യന്തര പോരൊക്കെ വരും. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ പറയുക അവരുടെ ഡിസിപ്ലിൻഡ് ആയ ഒരു പാർട്ടിയാണ്. അതിനൊരു സംഘടനാ രീതിയുണ്ട്, സംഘടനാ പ്രവർത്തന സ്വഭാവമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP എന്ന് പറയും. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ ആ പാർട്ടിയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ആഭ്യന്തര കലാപമാണ്. നമ്മൾ വിചാരിച്ചിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ 3 പാർട്ടികൾക്കും ഒരുപോലെ പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ കോൺഗ്രസ്സിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് തോക്കുന്നതെങ്കിൽ എന്താ സംഭവം? വലിയ ആഭ്യന്തര പൊട്ടിത്തെറിയൽ ഉണ്ടാവുക. VD സതീശനെതിരെ, ഷാഫി പറമ്പിലിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ ത്രയമാണ് കാര്യങ്ങൾ തീരുമാനിച്ച് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലൊരു പൊട്ടിത്തെറി ഉണ്ടാവും. നമുക്ക് പറയാൻ കഴിയില്ല VD സതീശൻ പ്രതിപക്ഷ സ്ഥാനത്ത് തുടരുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം പോലും വേണമെങ്കിൽ കോൺഗ്രസ് രൂപപ്പെടായിരുന്നു. പക്ഷേ കോൺഗ്രസ് രക്ഷപ്പെട്ടു, രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു. ചേലക്കര പോയിരുന്നെങ്കിലോ സിറ്റിംഗ് സീറ്റാ, CPM സംബന്ധിച്ചിടത്തോളം പ്രശ്നമാകുമായിരുന്നു. പക്ഷേ CPM ഈ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെട്ടു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അടി പതറിയിരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. ആ BJPയുടെ വീഴ്ച എന്ന് പറയുന്നത് വലിയ വീഴ്ചയാണ്. അത് നമ്മൾ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയായിട്ട് മാത്രം ബന്ധിച്ച് കാര്യങ്ങൾ കാണണ്ട. മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല വോട്ട് കുറഞ്ഞിരിക്കുന്നത്, 3 പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വോട്ട് കുറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 43,000 വോട്ട് കൃഷ്ണകുമാർ തന്നെ പിടിച്ചതാണല്ലോ. അവിടെ 4,000 വോട്ടിൻ്റെ കുറവ് അല്ലാതെ തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും പിരായിയിലും കണ്ണാടിയിലും മാത്തൂരുമൊക്കെ ഒരുപോലെ BJPക്ക് വോട്ട് കുറയണമെങ്കിൽ ആരൊക്കെയോ അതിൻ്റെ പിന്നിൽ അതിനകത്തു നിന്ന് തന്നെ കളിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ആ പാർട്ടിയുടെ നേതൃത്വത്തിനും ആ സംശയം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ആഭ്യന്തര ചേരിപ്പോര് BJPയിൽ പിടിമുറുക്കിയിരിക്കുന്നു. അത് മിക്കവാറും സുരേന്ദ്രനെയും കൊണ്ടേ പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല എങ്കിൽ സുരേന്ദ്രൻ അതിശക്തമായിട്ട് തിരിച്ചു വരാനുള്ള കരുക്കൾ നീക്കണം. എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് BJPയിലെ വലിയൊരു പൊട്ടിത്തെറിയുടെ അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. പൊട്ടിത്തെറി തന്നെയാണ് എന്നതിനാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് കെ സുരേന്ദ്രൻ യഥാർത്ഥത്തിൽ വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയിലെ ചില നേതാക്കൾക്കുള്ള മറുപടിയായിട്ട് തന്നെയാണ് വാർത്താസമ്മേളനം നടത്തിയത്. അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞത് വിജയിക്കുമ്പോൾ ക്രെഡിറ്റ് മറ്റുള്ളവർക്കും തോൽക്കുമ്പോൾ അത് പ്രസിഡന്റിനുമാണ് എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു വന്ന് ആദ്യം അദ്ദേഹം പറയുന്നത് കുമ്മനം രാജശേഖരനെ കുറിച്ചാണ്. ഈ കോർ കമ്മിറ്റി സ്ഥാനാർത്ഥി നിർണയത്തിന് ചുമതലപ്പെടുത്തിയത് കുമ്മനം രാജശേഖരനെയാണ്. അദ്ദേഹം അവിടെ പാലക്കാടെത്തി പഞ്ചായത്ത് തലം മുഴുവൻ എല്ലാവരെയും കണ്ടിട്ടാണ് 3 പേരുകൾ നിശ്ചയിച്ച് നൽകിയത്. എന്നിട്ട് വിശദമായി ആ പട്ടിക 4 മണിക്കൂർ നീണ്ട ചർച്ച സംസ്ഥാന കമ്മിറ്റി യോഗത്തിലുണ്ടായിരുന്നു. അതിൽ 2 പേർ സന്നദ്ധ
സന്നദ്ധരല്ല എന്നറിയിച്ചു. ജാവ്ദേക്കർ വരെ ഉണ്ടായിരുന്ന യോഗമാണെന്ന് കൂടി അദ്ദേഹം പറയുന്നു. എന്നിട്ടൊരു നോട്ടോട് കൂടിയാണ് ആ പാനൽ അയച്ചത്. അതിൽ 2 പേർ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ആ താല്പര്യമില്ലാത്തവരുടെ പേരുകളായി നമ്മളെ പ്രതിനിധി തന്നെ വ്യക്തമാക്കിയത് VS രഞ്ജിത്തിൻ്റെ റിപ്പോർട്ടിലുള്ളത് ഒന്ന് കൃഷ്ണദാസും രണ്ടാമത് ശോഭയുമാണ്. ആ 2 പേരുകളും അവർ പിന്നീട് വേണ്ട എന്ന് താല്പര്യം കാണിച്ചില്ല. പിന്നീട് ഈ പറയുന്ന കൃഷ്ണകുമാർ തന്നെ അവസാന നിമിഷം വരെ തനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗത്യന്തരമില്ലാതെയാണ് എ ക്ലാസ് മണ്ഡലത്തിൽ സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായത് എന്ന വെളിപ്പെടുത്തലാണ് ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വോട്ട് പോയത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നഗരസഭയിലടക്കം വലിയ തോതിൽ വോട്ട് എങ്ങനെ പോയി എന്നുള്ള കാര്യം ഇന്നത്തെ നഗരസഭാ അധ്യക്ഷയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പതിവില്ലാത്ത രീതിയിൽ BJP നേതാക്കൾ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. 28 കൗൺസിലർമാരുള്ളതിൽ 18 പേരെ തെരഞ്ഞെടുത്തയച്ചത് പ്രഭാരി രഘുനാഥനാണ് എന്ന് ശിവരാജൻ പറയുകയാണ്. 18 പേരുടെ ബൂത്തുകളിൽ വലിയ തോതിൽ വോട്ട് കുറഞ്ഞു എന്നുള്ളൊരു വിഷയമാണ്. അപ്പോൾ കൗൺസിലർമാർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളും ആ പ്രതികരണം വന്നതിന് പിന്നാലെയാണ് എന്നൊരു പരസ്യ പ്രതികരണത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. ഈ പ്രഭാരിയെ പറ്റി പറയുന്നത് കഴിവില്ലാത്ത പ്രഭാരിയാണ്, സ്വന്തം ബൂത്തിൽ പോലും വോട്ട് പിടിക്കാനായിട്ടില്ല, AC മുറിയിൽ നിന്ന് പുറത്തിറങ്ങാത്ത പ്രഭാരി എന്നൊക്കെയാണ് ഇന്ന് ശിവരാജൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം സി കൃഷ്ണകുമാറിൻ്റെ പേര് പ്രവർത്തകരോട് പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു എന്നുള്ളതാണ് പ്രമീള പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ട് എപ്പോഴും കൃഷ്ണകുമാർ തന്നെയെന്ന് പ്രവർത്തകർ തന്നെ ചോദിക്കുക ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് തീരുമാനത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് പ്രവർത്തിച്ചതെന്നും പറയുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചതെന്ന് വോട്ടിൽ നിന്നും വ്യക്തമായിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് BJPക്കകത്ത് ഉള്ള സമവാക്യങ്ങളിൽ തന്നെ മാറ്റം വന്നിരിക്കുന്നു. എപ്പോഴും BJPയിൽ വിഭാഗീയതയുണ്ട്. 10-30 വർഷമായി BJPയിൽ വിഭാഗീയതയുണ്ട്. ആരാണോ നേതൃത്വത്തിൽ വരുന്നത് അവർക്കെതിരെ മറ്റൊരു വിഭാഗം ഉണ്ടാകും എന്നുള്ളതാണ് മുൻപത്തെ ചരിത്രം തന്നെ വ്യക്തമാക്കുന്നത്. അത് വളരെ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോഴേ അത് കാണാൻ കഴിയുന്നതാണ്. ആ തരത്തിൽ പല തരത്തിൽ പക്ഷമുണ്ടായിരുന്നു എന്നുള്ളത്. അതിപ്പോൾ PP മുകുന്ദൻ്റെ കാലത്തും രാമൻപിള്ളയുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. രണ്ടുപേരും പിന്നീട് പാർട്ടിയിൽ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ ശ്രീധരൻപിള്ളയുടെ കാര്യത്തായാലും പിന്നീട് നമ്മൾ ഈ അടുത്ത് കണ്ട കുമ്മനത്തിൻ്റെ കാലത്തിലായാലും ആ വിഭാഗീയത നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കുമ്മനം വിഭാഗത്തിൽ നിന്നാണ് ആദ്യ പ്രതികരണം തെരഞ്ഞെടുപ്പിന് ശേഷം വന്നത്. നേതൃത്വത്തിന് പിഴവാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് മറുപടിയാണ് കുമ്മനം തന്നെ പോയിട്ട് ആലോചിച്ചെടുത്ത് ആളുകളോട് സംസാരിച്ചെടുത്ത തീരുമാനമാണ് എന്ന മറുപടി ഇന്ന് കെ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. പിന്നീട് ഈ സമവാക്യത്തിൽ എപ്പോഴും കെ സുരേന്ദ്രനും V മുരളീധരനും ഒരുമിച്ചാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതുവരെയും അങ്ങനെ തന്നെയായിരുന്നു. എന്തെങ്കിലും തരത്തിൽ കെ സുരേന്ദ്രൻ പ്രതിരോധത്തിലാകുമ്പോൾ പ്രതികരണമായി V മുരളീധരൻ രംഗത്ത് വരാറുമുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം V മുരളീധരൻ പറഞ്ഞത് തനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതലയായിരുന്നു, അവിടുത്തെ റീജിയൻ്റെ ചുമതലയായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ല, അപ്പോൾ അത് ഇവിടെ സുരേന്ദ്രനോട് തന്നെ ചോദിക്കണമെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വന്ന് മുഴുവൻ പ്രവർത്തിച്ചവരല്ലല്ലോ പ്രതികരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജാവ്ദേക്കർക്കും അത് പറയാമായിരുന്നു. ജാവ്ദേക്കർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഈ തരത്തിൽ പ്രശ്നങ്ങളില്ല എന്ന രൂപത്തിലാണ് അത് അവതരിപ്പിക്കാൻ നിന്നത്. അപ്പോൾ അത് പൂർണ്ണമായും കെ സുരേന്ദ്രൻ്റെ തലയിലേക്ക് V മുരളീധരൻ വയ്ക്കുന്നുണ്ട്. അവിടെയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മറുപടിയായി പിറവത്തെ അടക്കം 2000 വോട്ടിൻ്റെ പരാജയവും അരുവിക്കര ഉപതെരഞ്ഞെടുപ്പും കോന്നി വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിച്ചാൽ ഉപതെരഞ്ഞെടുപ്പിലും വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം സുരേന്ദ്രൻ പറയുന്നത്. പിറവം ഉപതെരഞ്ഞെടുപ്പിൽ 2000 വോട്ടിന് 2000 വോട്ട് മാത്രം കിട്ടുന്ന സമയത്ത് അന്ന് പാർട്ടി അധ്യക്ഷൻ V മുരളീധരനായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചു. അന്നാരും പാർട്ടി അധ്യക്ഷൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. പക്ഷേ പിറവും പാലക്കാടും തമ്മിൽ എന്താണ് ഒരു താരതമ്യം എന്നുള്ള ചോദ്യമുണ്ട്. കാരണം A ക്ലാസ് മണ്ഡലമാണല്ലോ. അപ്പോൾ A ക്ലാസ് മണ്ഡലത്തിൽ ഇങ്ങനെ വോട്ട് കുറഞ്ഞത് എങ്ങനെയെന്ന ചോദ്യം തിരിഞ്ഞുകുത്തുന്നു കെ സുരേന്ദ്രനെ. നാളത്തെ നേതൃയോഗത്തിൽ സംഘടന മാറ്റങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയും എന്തായാലും അജണ്ടയ്ക്ക് പുറത്താണെങ്കിലും ചർച്ചയ്ക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ പൊട്ടിത്തെറി പരസ്യ പ്രതികരണങ്ങൾ, ഈ പ്രതികരണങ്ങളൊക്കെ നടത്തിയ ശേഷം പരസ്യ പ്രതികരണങ്ങൾ വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി പരസ്യ പ്രതികരണം ഉണ്ടാകില്ല. പക്ഷേ പറയാനുള്ളത് ഇതിനകം തന്നെ പാലക്കാട് നിന്നുള്ള നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നാളത്തെ യോഗം പ്രധാനമാണ്. സുരേന്ദ്രനെ ഇപ്പോൾ വേണമെങ്കിൽ രണ്ടാമതൊരു ടേം കൊടുക്കാവുന്നതാണ്, അല്ലേ? അങ്ങനെ ഒരു നേരത്തെ നഡ്ഡയുടെ കാര്യത്തിലായും രണ്ടാമത്തെ ടേം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ സുരേന്ദ്രന് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നേതാക്കൾ തന്നെ പരസ്യമായി പ്രതികരണം നടത്തുകയും കുമ്മനമൊപ്പമില്ല, V മുരളീധരനൊപ്പമില്ല എന്ന് വേണം ആ ഭാഗത്തുള്ള പ്രതികളിൽ നിന്ന് മനസ്സിലാക്കാൻ. യോഗത്തിനകത്ത് ശോഭാ സുരേന്ദ്രൻ അടക്കം വലിയ രീതിയിൽ വാദമുന്നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഈ തോൽവിക്ക് ശേഷം ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണമൊന്നും വന്നിട്ടില്ല. അവർ മൗനമായി ഇരിക്കുകയാണ്. ആ മൗനം ഒരു പൊട്ടിത്തെറിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അപ്പോൾ സുരേന്ദ്രന് ശത്രുക്കൾ കൂടിയിരിക്കുന്നു. നാളത്തെ യോഗത്തിൽ ഇനി ഒരു 2ാം ടേമിൽ സുരേന്ദ്രന് സാധ്യതയുണ്ടാകുമോ എന്നറിയാൻ പറ്റും. ഏതായാലും വലിയ രീതിയിൽ തന്നെ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു, പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ BJPയിൽ വലിയ പൊട്ടിത്തെറി തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ആൻഡ്രൂ.
സ്മൃതി 2024 ശ്രീകൃഷ്ണകുമാർ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നതെ അപേക്ഷിച്ചിട്ട് 4000 വോട്ടിൻ്റെ കുറവുണ്ടായി എന്ന് പറയുന്നത് സത്യമാണ്. അതിനുശേഷം വന്ന അതിന് മുമ്പുണ്ടായിരുന്ന ശ്രീധരൻ മത്സരിച്ചപ്പോൾ 2021 നിയമസഭാ ഇലക്ഷനിലുള്ളതിനേക്കാളും 11,000 വോട്ടിൻ്റെ കുറവുണ്ടായി എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ 6000 വോട്ട് ഇപ്രാവശ്യം പോൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വേറൊരു സത്യമാണ്. 6000 വോട്ടാണ് പോൾ ചെയ്യാതെ പോയത്. എത്രതിൻ്റെ ഡിക്ലൈനാണ് ഉണ്ടായിട്ടുള്ളത്? 4000 വോട്ടിൻ്റെ ഡിക്ലൈനാണ്. അതിനേക്കാളും കൂടുതൽ വോട്ട് പോൾ ചെയ്യാതെ പോയി. അപ്പോൾ ആ പോൾ ചെയ്യാതെ പോയ വോട്ടിന് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരും അവിടത്തെങ്കിൽ അവർക്ക് ബൂത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്നവർക്കും ഒന്നും ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണ്? അതിനകത്ത് കെ സുരേന്ദ്രൻ മാത്രമാണ് അതിൻ്റെ ഉത്തരവാദി. അതിൽ തന്നെ അതിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന പാലക്കാടിൻ്റെ പ്രഭാരിയായിരുന്ന രഘുനാഥിന് മാത്രമാണ് ഉത്തരവാദി. അല്ലെങ്കിൽ അതിൻ്റെ ഇൻചാർജായിരുന്ന അതാണ് ഇദ്ദേഹം നമ്മുടെ നാരായണൻ നമ്പൂതിരിക്ക് മാത്രമാണോ അതിൻ്റെ ഉത്തരവാദിത്വം? ഇതൊന്നും അല്ലല്ലോ അതിൻ്റെ കാര്യം. അതാത് ബൂത്തിൽ ചാർജ് ഉണ്ടായിരുന്നവർ ബൂത്തിലെ വോട്ട് ചെയ്യാതെ പോയതിന് കാരണം വ്യക്തമാക്കണ്ടേ? അത് വ്യക്തമാക്കാതെ സംഘടിതമായി സുരേന്ദ്രനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു നിലയിലേക്കാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ BJP ഒരു വിഭാഗം പോയിട്ടുണ്ടോ എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണ്? ചേലക്കരയിൽ 10,000 വോട്ടിൻ്റെ അധികം ബാലകൃഷ്ണൻ കിട്ടി. 10,000 വോട്ട് കൂട്ടാൻ ചേലക്കരയിൽ ബാലകൃഷ്ണൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ 10,000 വോട്ട് കിട്ടിയതിൻ്റെ ക്രെഡിറ്റ് സുരേന്ദ്രന് കൊടുക്കണ്ടേ? ആ സുരേന്ദ്രന് കൊടുക്കുന്നുണ്ടോ? അത് കൊടുക്കുന്നില്ലല്ലോ. എന്താണ് യഥാർത്ഥ ഉപതെരഞ്ഞെടുപ്പുകളിൽ BJP സംഭവിക്കുന്നതെന്ന് അറിയോ? ഇന്നേ വരെ നടന്നിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിലും BJPക്ക് വോട്ട് കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? കാരണം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കും. അവിടെ BJPക്ക് എതിരായിട്ട് ഏകീകരിക്കും. ഈ പാലക്കാട് എന്താ സംഭവിച്ചത്? SDP അടക്കമുള്ള സംഘടനകൾ സാധാരണ നിയമസഭാ ഇലക്ഷനിൽ അവരുടെ സ്വന്തമായി സ്ഥാനാർത്ഥികളെ വെക്കാറുണ്ട്. എല്ലാ ഇലക്ഷനിലും വെക്കാറുണ്ട്. ഇപ്രാവശ്യമൊന്നും ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നും ഈ പറഞ്ഞ ഒരു സംഘടനകളും സ്വന്തമായി സ്ഥാനാർത്ഥിനെ വെക്കാറില്ല. അവർ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കലാണ് പതിവ്. അത് ചിലപ്പം ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി ചോദിക്കാതെ തന്നെ പാർട്ടികൾ ചോദിക്കാതെ തന്നെ പിന്തുണ പ്രഖ്യാപിക്കും. ചില സ്ഥലത്ത് ചോദിക്കുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിക്കും. ന്യൂനപക്ഷ ഏകീകരണം എല്ലാ പ്രാവശ്യവും ഉപതെരഞ്ഞെടുപ്പുകളും ഉണ്ടാകും എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. ഇവിടെ എന്താണ് പാലക്കാട് സംഭവിച്ചിട്ടുള്ളത് നോക്കൂ. പാലക്കാട് സംഭവിച്ചിട്ടുള്ളത് 4000 വോട്ട് നിയമസഭ മുനിസിപ്പാലിറ്റി കുറയുമ്പോൾ 2000 വോട്ട് വീതം ഓരോ പഞ്ചായത്തിലും കുറഞ്ഞിട്ടുണ്ട്. 11,000 വോട്ടിൻ്റെ വ്യത്യാസം അങ്ങനെയാണ് വരുന്നത്. അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രം കുറഞ്ഞിട്ടില്ല. പിരായിരി കുറഞ്ഞു, കണ്ണാടി കുറഞ്ഞു, മാത്തൂർ കുറഞ്ഞു, പാലക്കാട് മുനിസിപ്പാലിറ്റി കുറഞ്ഞു. എല്ലായിടത്തും 2000 വോട്ട് എന്ന് പറയുന്നു. അപ്പം ഈ 2000 വോട്ട് കുറഞ്ഞ വോട്ട് തിരിച്ചു പിടിക്കാൻ അത് എന്തുകൊണ്ട് വരുത്താൻ വേണ്ടിയിട്ട് സംഘടനാ സംവിധാനം നമ്മളെല്ലാം വിചാരിച്ച എന്താണ്? ഈ പറഞ്ഞ ട്രോളി വിവാദം നടക്കുമ്പോഴും ഈ പറഞ്ഞ മറ്റുള്ള വിവാദങ്ങൾ മുഴുവൻ നടക്കുമ്പോഴും കത്ത് വിവാദം നടക്കുമ്പോഴും നമ്മളെന്താ വിചാരിച്ചത്? BJP ഗ്രാസ് റൂട്ടിൽ ഭയങ്കരമായി വർക്ക് നടത്തുകയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. RSSൻ്റെ വലിയൊരു ബാക്കപ്പോട് കൂടി വർക്ക് നടക്കാതെ അങ്ങനെ ഒരു വർക്കൊന്നും നടന്നിട്ടില്ല എന്നുള്ളതല്ല ഇത് തെളിയിക്കുന്നത്. ഇപ്പം എന്താണ് ശിവരാജൻ പറയുന്നത് പോലെയാണോ? ശിവരാജൻ വന്നിട്ട് പറയുന്നത് എൻ്റെ ബൂത്തിൽ 35 വോട്ട് ഞാൻ ഇപ്രാവശ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വർദ്ധിപ്പിച്ച ശിവരാജൻ ആ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള കൗൺസിലർമാരുടെ ബൂത്തിൽ എത്ര വോട്ട് വർദ്ധിച്ചു എന്ന് നോക്കണ്ടേ? അവിടെ നോക്കട്ടെ. അത് പ്രവീളാദേവി അത് പറയുന്നത് പോലെ അതാണ് ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല, ശ്രീകൃഷ്ണകുമാർ വേണ്ട. അങ്ങനെയല്ല ഒരു സംഘടനാ സംവിധാനത്തിനകത്ത്, പ്രത്യേകിച്ച് BJP പോലെയുള്ള സംഘടനാ സംവിധാനത്തിനകത്ത് ദേശീയ നേതൃത്വം അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ കമ്മിറ്റി ഒരു സ്ഥാനാർത്ഥിനെ അപ്പോയിൻറ്റ് ചെയ്താൽ പിന്നെ ഇടം വളം നോക്കാതെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ അതിനകത്ത് പറയുക എന്നുള്ളതാണ്. എന്താണ് BJPയിൽ സംഭവിച്ചിട്ടുള്ളത്? പാർട്ടിയിൽ പ്രവർത്തിച്ച് പാർട്ടിയുമായി മുന്നോട്ട് പോയി പാർട്ടിയിൽ അവിടെ 2 ടേമിൽ കഴിഞ്ഞ ടേമിൻ്റെ 28 മെമ്പർമാരെ ഉണ്ടാക്കാൻ വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ഒരാളാണ് അവിടെ ശ്രീകൃഷ്ണകുമാർ. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ശ്രീകൃഷ്ണകുമാർ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ എതിർ വിഭാഗമായിട്ട് നിന്നിരുന്നെങ്കിൽ ഈ ഭരണം അവിടെ കിട്ടുമെന്ന് തോന്നുന്നു. ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ശ്രീകൃഷ്ണകുമാർ വർക്ക് ചെയ്യാതിരുന്നാൽ ഈ മുനിസിപ്പാലിറ്റിയിൽ അവിടെ ഭരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ആ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തിൽ ശ്രീകൃഷ്ണകുമാറിൻ്റെതായ പങ്ക് അവിടെയുണ്ട്. ഈ പറഞ്ഞ ബാക്കിയുള്ള 27 കൗൺസിലർമാർ മാത്രം വിചാരിച്ചതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി കിട്ടിയെന്ന് പറഞ്ഞാൽ പറ്റുമോ? പക്ഷേ വേറൊരു കാര്യമാണ്, BJPയിൽ അങ്ങനെ തന്നെയാണപ്പോൾ. BJPയിൽ എല്ലാ സ്ഥലത്തും മത്സരിച്ചവർ തന്നെയാണ് പിന്നെയും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേന്ദ്രൻ എത്ര ഇലക്ഷൻ മത്സരിച്ചു? V. മുരളീധരൻ എത്ര മത്സരിച്ചു? MT രമേശ് എത്ര മത്സരിച്ചു? ശോഭാ സുരേന്ദ്രൻ എത്ര മത്സരിച്ചു? ഈ ശിവരാജൻ എത്ര മത്സരിച്ചു? നിങ്ങൾ ഏത് ബൂത്തുകളിലും പഞ്ചായത്തുകളിലും നോക്കിയോ, എല്ലാം റിപ്പീറ്റാണ്. ആ റിപ്പീറ്റുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് ഒരു ബൈ ഇലക്ഷന് മാത്രം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാത്ത ഒരു ഉണ്ടായിരുന്ന ആൾ മാറി. അവിടെ ഈ ശ്രീധരനാളെ മത്സരിച്ചിട്ടുള്ളത്. ആ പാലക്കാട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇന്നേ വരെ ശ്രീകൃഷ്ണകുമാർ മത്സരിച്ചിട്ടുണ്ടോ?
അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമല്ലേ, അദ്ദേഹം ജനിച്ചു വളർന്ന മണ്ഡലമല്ലേ, ആ മണ്ഡലത്തിൽ ഇന്നേ വരെ ശ്രീകൃഷ്ണകുമാർ മത്സരിച്ചിട്ടുണ്ടോ? അദ്ദേഹം മത്സരിച്ച് എവിടെയാണ്? മലമ്പുഴ മണ്ഡലത്തിലല്ലേ. അദ്ദേഹത്തിന് ഒരു ബൈ ഇലക്ഷൻ വരുന്ന സമയത്ത് നിയമസഭ പാലക്കാട് നിയമസഭാ മത്സരത്തിൽ സ്വന്തമായിട്ട് മത്സരിച്ചുകൂടെ? അവിടെ മത്സരിച്ചതിൽ ശരിയാണ്, പക്ഷേ എന്താണ്, ഭയങ്കരമായ അടിയൊഴുപ്പ് ആ പാർട്ടിയിലുണ്ടായിട്ട്, ഭയങ്കര അടിയൊഴുപ്പ്. അത് ഒരാളോ രണ്ടാളോ അല്ല, സംഘടിതമായി വോട്ട് ഷെയർ കുറയ്ക്കണമെന്ന് വിചാരിച്ച് BJPൻ്റെ ഉള്ളറകളിൽ വർക്കെടുത്തു. അത് ഒരിക്കലും സുരേന്ദ്രനാണെന്ന് വിചാരിക്കുന്നില്ല, അതൊരിക്കലും രഘുനാഥാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഇത്രയും അധികം പൊട്ടിത്തെറി സുരേന്ദ്രനെതിരെയും രഘുനാഥിനെതിരെയും ഇത്ര ഇമ്മീഡിയറ്റ് ഇലക്ഷൻ തോറ്റ സെക്കൻഡ് മണിക്കൂറുകൾക്കാവും വരുന്നുണ്ടെങ്കിൽ അത് പ്രീ പ്ലാൻഡ് അല്ലേ? മനസ്സിലായോ? അതിനൊരു നിങ്ങൾ പറയുന്ന ഒരു നാളെ കോർ കമ്മിറ്റി അടക്കാൻ പോവുകയാണല്ലോ. കോർ കമ്മിറ്റി വരെ എന്തുകൊണ്ട് BJP സംഘടനയിലെ നേതാക്കന്മാർ നിന്നില്ല? കോർ കമ്മിറ്റിയിൽ പറഞ്ഞുകൂടെ ഇത് ചെയ്ത് ശരിയായില്ല? അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. ശിവരാജനെ പോലെയുള്ള ആൾക്കാരെ അപ്പം തന്നെ വരുന്നു, പൊട്ടിത്തെറിക്കുന്നു, പ്രമീളാദേവി പൊട്ടിത്തെറിക്കുന്നു. അതിനെന്താണ്? ഇതിന് മറുപടി പറയേണ്ടി വരും. ഇവരാണ് ഇതിന് മറുപടി പറയേണ്ടത്. പാലക്കാടത്തെ കേരളത്തിൻ്റെ BJPയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ പറയേണ്ട ആൾ പാലക്കാട് ജില്ലാ നേതൃത്വമാണ്. അതിന് കീഴിലുള്ള നേതാക്കന്മാരാണ്. അതിൽ ഈ ശിവരാജൻ വരും, ഈ പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ വരും, ഈ പറഞ്ഞ പ്രമീളാദേവി വരും, അവിടുത്തെ കൗൺസിലർമാർ വരും, അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് വരും, ജില്ലാ സെക്രട്ടറിമാർ വരും. ഇവരെല്ലാം അതിന് മറുപടി പറയേണ്ടത്. അതിനുശേഷമാണ് സംസ്ഥാന നേതൃത്വ പ്രസിഡന്റിൻ്റെ പണി എന്താ? ആ ജില്ലയിൽ പോവുക, ആ ജില്ലയിലുള്ള പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക. അത് AC റൂമിലിരുന്നാണ് AC റൂമിന് പുറത്താണ് AC റൂമിൻ്റെ പുറത്ത്. സംസ്ഥാന ജനറൽ സെക്രട്ടറിൻ്റെ റോൾ എന്താ? അവിടെയുള്ള പ്രവർത്തനം ഏകീകരിക്കുക. ഇപ്പം കോട്ടയംകാരനാണല്ലോ നാരായണൻ നമ്പൂതിരി, അദ്ദേഹത്തിനാണ് ഇലക്ഷൻ ഇൻചാർജ്. അദ്ദേഹത്തിൻ്റെ പണി എന്താ? ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം പാലക്കാട് മണ്ഡലത്തിൽ പോവുക, അവിടെ ചെന്നിട്ട് ഈ ആൾക്കാരെ ഏകോപിപ്പിക്കുക. അതല്ലേ ചെയ്യേണ്ടത്. പക്ഷേ ഇലക്ഷൻ വരുമെന്ന് 6 മാസം മുന്നേ അറിഞ്ഞ പാർട്ടി പ്രവർത്തകരാരാ? പാലക്കാടത്തെ പാർട്ടി പ്രവർത്തകരാണ്, പാലക്കാടത്തെ ജില്ലാ പ്രസിഡന്റാണ്, പാലക്കാടത്തെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനാണ്, പാലക്കാടത്തെ ശിവരാജനാണ്. അവിടെയുള്ള ആൾക്കാർ വേണമെന്ന് ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പറയാം, എൻ്റെ ബൂത്തുകളിൽ ഞങ്ങൾ 28 കൗൺസിലർമാരുണ്ട്. BJPക്ക് ഭരിക്കുന്ന കൗൺസിലർമാരല്ലേ, അവരെടുത്തതാ ഞങ്ങൾക്ക് 1500 വോട്ടാണുള്ളത്. അതിൻ്റെ അകത്ത് 1300 എണ്ണം ഞങ്ങൾ പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് പോൾ ചെയ്യാതെ ഈ ഒരു വോട്ട് പോലും ഞങ്ങൾ പോൾ ചെയ്യാതെ പോയിട്ടില്ല. ആ വോട്ടിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഇത്ര വോട്ട് കിട്ടി. അങ്ങനെ ഈ പറയുന്ന 28 കൗൺസിലർമാർക്കും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൽ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന നേതൃത്വം സുരേന്ദ്രൻ, ഞാൻ പറയുകയാണെങ്കിൽ സുരേന്ദ്രൻ അവരെ തന്നെയാണ് അവരെന്ത് നടപടി സ്വീകരിച്ചോട്ടെ. അവർ ആ പാർട്ടിക്ക് വേണ്ടി ഇനി ആകെ എത്ര മാസമുണ്ട്? 7-8 മാസമേ ഉള്ളൂ മുനിസിപ്പാലിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ. 8 മാസം കൊണ്ടല്ലേ മുനിസിപ്പാലിറ്റി പോകുള്ളൂ. അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം പാർട്ടി. എങ്കിൽ മാത്രമേ ആ പാർട്ടി ഡെവലപ്പാകുള്ളൂ. അല്ലെങ്കിൽ ഈ കോക്കസിൻ്റെ ഭാഗമാകും പാർട്ടി. പാലക്കാടത്തെ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗം അല്ലെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം. ഈ സംസ്ഥാന നേതൃത്വത്തിന് പോകാൻ പറ്റണം. ഇത് കോർ കമ്മിറ്റി അത് വരുന്നതിന് മുന്നേ അറ്റാക്ക് ചെയ്യാണ്. അതിനും ദേശീയ സംസ്ഥാന നേതാക്കന്മാർ കൂട്ടുനിന്ന് കൊടുക്കുകയാണ്. സംസ്ഥാന നേതാക്കന്മാരാണ് പറയാതെ ഈ ലെവലിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് വേറൊരു കാര്യം എന്താണ്? വി മുരളീധരൻ മഹാരാഷ്ട്രയുടെ സഹപ്രഭാരിയാണ്. അങ്ങനെ അതുപോലെയല്ല പ്രകാശ് ജാവദേക്കർ കേരളത്തിൻ്റെ പ്രഭാരിയാണ്. ഇവിടുത്തെ ഒരു ഇലക്ഷൻ തോറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നും എന്താ സംഭവിച്ചതെന്നും പറയേണ്ട ഉത്തരവാദിത്വമുള്ള ആളാണ് ആര്? പ്രകാശ് ജാവദേക്കർ. പക്ഷേ വി മുരളീധരനല്ല. വി മുരളീധരൻ സെയിം സമയത്ത് ഇതിനേക്കാളും വലിയൊരു ഉത്തരവാദിത്വം, ഇത് ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്തമുള്ള ഒരു സഹപ്രഭാരി ഇവിടെ എന്ത് നടന്നിട്ട് പോലുണ്ടായിരുന്നു. ഒരു ദിവസം ഇലക്ഷൻ വർക്കിന് വന്ന് കാര്യം നടത്തി പോകുന്ന പോലെ അല്ലല്ലോ വി മുരളീധരനെ അവിടെ സംബന്ധിച്ചുകൊണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണം പറയട്ടെ, രമേശ് ചെന്നിത്തലയാണല്ലോ മഹാരാഷ്ട്രയുടെ ചുമതല ഉണ്ടായിരുന്നത് കോൺഗ്രസ്സിൽ. അവർക്ക് പാലക്കാടിൻ്റെ ചുമതല ഉണ്ടായിരുന്നോ? ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ഒരു വാക്ക് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടോ പാലക്കാടിനെ കുറിച്ചിട്ട്? ഒരക്ഷരം വേണ്ടിയില്ലല്ലോ. കാരണം എന്തുകൊണ്ടാണ്? കാരണം പാലക്കാടിൻ്റെ ചുമതലയുള്ള ആളല്ല രമേശ് ചെന്നിത്തല, അദ്ദേഹം മഹാരാഷ്ട്രയുടെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. ഇതുപോലെ തന്നെയാണ് വി മുരളീധരൻ്റെ കേസിൻ്റെ അകത്തും. അപ്പോൾ ഞാൻ പറയുന്നത്, സംസ്ഥാന BJP ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ബൈ ഇലക്ഷനിൽ വോട്ട് ശതമാനം ഉയർത്തിയത്. അതെവിടെയാ? CPMൻ്റെ കോട്ടയായ ചേലക്കരയിലാണ് അല്ലേ? അവിടെ കൂട്ടിയിട്ടില്ലേ? 2 ഇലക്ഷൻ നടന്നു. ഒരു ഇലക്ഷൻ മാത്രമേ എങ്ങനെയാണ് അതിൽ കൈകാര്യം ചെയ്യാൻ പറ്റുക? 2നെ ഒരു തണ്ടിൽ കാണണ്ടേ? ഒരു സ്ഥലത്ത് തോറ്റു. അവിടെ സംഘടിതമായ അറ്റാക്ക് നടന്നിട്ടുണ്ട്. സംഘടിതമായി വോട്ട് കുറയ്ക്കാനുള്ള പരിപാടികൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട്. നമ്മൾക്ക് തന്നെ നേരിട്ട് അറിയാലോ. നമ്മൾക്ക് തന്നെ ഓരോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് തന്നെ നേരിട്ട് അറിയാലോ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ആൾക്കാർ. എങ്ങനെ മാധ്യമങ്ങളെ വിലക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സ്ഥലത്ത് ഒരു ജില്ലയിൽ നടന്നു കഴിഞ്ഞപ്പോൾ ആ ജില്ലയിൽ ഒരു സംസ്ഥാന നേതൃത്വം, അത് സുരേന്ദ്രൻ പറഞ്ഞതല്ലേ കറക്റ്റായ കാര്യം. അയാൾ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അയാൾക്കാണ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ലല്ലോ. പക്ഷേ എന്താണ്, ആ ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെ തലയിൽ മാത്രം കെട്ടിവെച്ചിട്ട് ഈ പറഞ്ഞ സംവിധാനം ഒന്നുമില്ല. അങ്ങനെ ഒരു സംവിധാനം നടത്തില്ല. സുരേന്ദ്രൻ പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രമാണ് BJP പാലക്കാട് തോറ്റെ എന്നുള്ള നിലയ്ക്കാകാൻ പറ്റില്ലല്ലോ. രണ്ടാമത്തെ തന്നെ ശ്രീകൃഷ്ണകുമാറിൻ്റെ കാര്യത്തിനകത്ത് പറയാം. ശ്രീകൃഷ്ണകുമാർ എന്നുള്ള നേതാവ് ഈ സുരേന്ദ്രൻ്റെ അത്രയും 10-25 വർഷമായിട്ട് പാലക്കാട് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ.
എവിടെയെങ്കിലും ശ്രീകൃഷ്ണകുമാർ ഇന്നേ വരെ വോട്ട് കുറച്ച ചരിത്രമുണ്ടോ? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാലക്കാട് വോട്ട് കുറച്ചിട്ടുള്ളത്. ഇതുവരെ ശ്രീകൃഷ്ണകുമാർ മത്സരിച്ച സ്ഥലങ്ങളെല്ലാം വോട്ട്, അദ്ദേഹം ഒരു വാർഡിൽ മത്സരിച്ചു, അവിടെ ജയിച്ചു. അവിടുന്ന് അടുത്ത വാർഡിൽ പോയി, അവിടെ ജയിച്ചു. അദ്ദേഹം മൂന്നാമത്തെ വാർഡിൽ പോയി ന്യൂനപക്ഷം തിങ്ങിപ്പാർക്കുന്ന നമ്മൾ വിദ്യാഭ്യാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ന്യൂനപക്ഷം തിങ്ങിപ്പാർക്കുന്ന 55% ന്യൂനപക്ഷങ്ങളുള്ള മുസ്ലിം ന്യൂനപക്ഷമുള്ള വാർഡിൽ വരെ ശ്രീകൃഷ്ണകുമാർ ജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അടക്കം വോട്ട് ചോർച്ചയുണ്ടായി. അവിടെ അവർക്ക് ശ്രീകൃഷ്ണകുമാർ വന്നുകൊണ്ടാ? അല്ലെങ്കിൽ കഴിഞ്ഞ ഇലക്ഷൻ 43,000 ഉള്ള വോട്ട് കിട്ടിയ ശ്രീകൃഷ്ണകുമാർ വെറും 6 മാസം കൊണ്ട് ഇത്ര ഡിക്ലൈൻ എങ്ങനെ ഉണ്ടായി? അങ്ങനെ ഒറ്റയടിക്കുന്നു 6 മാസം കൊണ്ട് ഒരു കാരണം വേണ്ടേ? ശ്രീകൃഷ്ണകുമാർ വോട്ട് ചെയ്ത് അന്ന് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഈ BJP തന്നെയാണല്ലോ. ഈ 6 മാസം കൊണ്ട് 4,000. അപ്പോൾ ഒരു സംഘടിതമായി വോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള തീരുമാനം അവിടെ വന്നിട്ടുണ്ട്. അത് ആരെടുത്തു? ആരാണ് അതിന് നേതൃത്വം നൽകിയത്? ആരാണ് അവിടുത്തെ കൗൺസിലർമാരെ നിയന്ത്രിച്ചിരുന്നത്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? പിന്നെ സന്ദീപ് വാര്യർ പോയതുകൊണ്ടാണോ BJPക്ക് വോട്ട് കുറഞ്ഞത്? സന്ദീപ് വാര്യർ വോട്ട് കുറഞ്ഞിട്ട് ഈ സന്ദീപ് കുറയേണ്ട ഏതെങ്കിലും പോക്കറ്റ് കാണിച്ചിടണം. എനിക്ക് ഏറ്റവും ശക്തി കേന്ദ്രമായ സ്ഥലം ഇതാണ്, ഈ സ്ഥലത്ത് ഇത്ര വോട്ട് ഞാൻ കാരണം കുറഞ്ഞു, അങ്ങനെ ഒരു സ്ഥലം സന്ദീപിന് പറയാൻ പറ്റുമോ? അങ്ങനെ സന്ദീപ് BJPക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് കുറച്ചില്ല. ഇത് സ്റ്റാർട്ടേഡായിട്ട് കുറച്ച് പേര് സംഘടിതമായി ഒരു 100 വോട്ട് 150 വോട്ട് 200 വോട്ട് എന്നുള്ള നിലയ്ക്ക് കുറഞ്ഞു. ആ കുറയാനുള്ള കാരണം എന്താണ്? ഇതാണ്. അത് ഇവിടെ മാത്രമല്ല, അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ പിരായിരി പഞ്ചായത്തിലും ഈ കോക്കസിൻ്റെ ഭാഗമായിരുന്ന ആൾക്കാരുടെ സ്ഥലങ്ങൾ ചെന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിരായിരി പഞ്ചായത്തിൽ 2000 വോട്ട് കുറഞ്ഞു, മാത്തൂർ കുറഞ്ഞു, കണ്ണാടിയിൽ കുറഞ്ഞു. അവിടെ എന്താണ്? അത് ചില പോക്കറ്റുകളിൽ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ആ പോക്കറ്റ് നോക്കിയാൽ അറിയാം. 35 വോട്ട് കിട്ടിയ വാർഡുണ്ട് അവിടെ. 35 വോട്ട് മാത്രം കിട്ടി. 580 590 പിന്നെ വോട്ട് കിട്ടിയ സ്ഥലത്തേക്ക് വെറും ബാക്കി അങ്ങനെ 500 വോട്ട് കുറയുക. അപ്പോൾ അതിൻ്റെതായ പ്ലാനിങ് നടന്നു, അതിനകത്ത് വർക്കിംഗ് നടന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വോട്ട് ചോദിക്കാൻ ചെന്ന ആൾക്കാരോട് പോലും പറഞ്ഞിട്ടുണ്ട് പോലും ഇത് ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇത് വോട്ട് ചോദിക്കാൻ പോയ ആൾക്കാരാണ് പറയുന്നത്. അങ്ങനെ നടന്ന സ്ഥലത്താണ് BJPയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം ഈ നിലയ്ക്ക് അവിടെ സംഘടിതമായി അത് സുരേന്ദ്രൻ്റെ തലയിൽ കെട്ടുവെച്ച് രക്ഷപ്പെടാനാണ് ഇപ്പോൾ നോക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ എന്തുകൊണ്ടാണ് സുരേന്ദ്രനെതിരെ ഇങ്ങനെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്? ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ സംഘടനാ തെരഞ്ഞെടുപ്പാണ്. അപ്പം സുരേന്ദ്രൻ്റെ തല വെട്ടിയാൽ വേറെ 1-2 ആൾക്കാർക്ക് രക്ഷപ്പെട്ട് വരാം, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് രക്ഷപ്പെട്ട് വരാം. ആ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ശിവരാജനെ പോലെയുള്ള ആൾക്കാർ ചോദിക്കുന്നതിന് മറുപടി അല്ലല്ലോ പറയുന്നത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് നേരെ എതിരായിട്ടാണ് പറയുന്നത്. എന്നാൽ സംഘടനയുടെ ഭാഗമാണോ? സംഘടനയുടെ ഭാഗമാണ്. സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് സംഘടന വിരുദ്ധമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലെവലിലേക്ക് ഈ പാർട്ടി കാര്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അറിയാതെ പോയി എന്നുള്ളത് ഒരു വീഴ്ചയല്ലേ? സുരേന്ദ്രൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേന്ദ്രനെതിരെ അറ്റാക്ക് വന്നാലും മിണ്ടാതിരിക്കുക എന്നുള്ളതല്ലാതെ സുരേന്ദ്രൻ ഒന്നും ചെയ്യാനില്ല. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു, അദ്ദേഹത്തിനാണ് അവിടെ ചാർജ്. അവിടെ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയട്ടെ, സന്ദീപ് വാര്യരെ പുറത്താക്കാൻ BJPക്ക് തീരുമാനിക്കാം വേണമെങ്കിൽ. അവരെടുത്ത നിലപാട് വെച്ച് സന്ദീപ് വാര്യർ BJP തീരുമാനിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തീരുമാനം എടുക്കാം. ഒരു നിലപാട് സുരേന്ദ്രനെതിരെ ഇങ്ങനെയൊരു ശ്രീകൃഷ്ണകുമാറിനെതിരെ നീക്കം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലും, വി മുരളീധരനെതിരെ നടക്കുന്ന തീരുമാനിച്ചാലും, കെ സുരേന്ദ്രനെതിരെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും, രഘുനാഥിനെതിരെ നീക്കം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു നിലപാട് സ്വീകരിക്കുക. രഘുനാഥ് ഇപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്? ഓരോ ബൂത്തുകളെ വിളിച്ചു. ആ ബൂത്തിൽ ആരാണ് നേതാവ്, ആ ബൂത്തിലെ നേതാവിന് ചാർജ് കൊടുക്കുന്നു. പ്ലസ് സംസ്ഥാനത്തു നിന്നൊരു നേതാവിനോ ഒരു ചാർജ് കൊടുക്കും, അല്ലെങ്കിൽ വേറെ ജില്ലകളിൽ നിന്ന് ഒരു നേതാവിന് ചാർജ് കൊടുക്കും. ഇതിനെ നോക്കുക, ഇതിനെ മൈന്യൂട്ടായി ചെയ്യുക. പക്ഷേ അതിനകത്ത് ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന ആളാരാ? ആ ബൂത്തിലെ ആളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നിലയ്ക്ക് ഇവരെടുത്ത സുരേന്ദ്രൻ എടുത്ത നിലപാടിൽ ഒരു തെറ്റും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, ഇനിയെങ്കിലും BJPക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വരാതിരിക്കണമെങ്കിൽ അത് ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള ഒരു സംവിധാനം ആ പാർട്ടി കേരളത്തിൽ ഇന്നേ വരെ പാർട്ടിക്ക് ഒരു കാര്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അതിന് കാരണം എന്താണ്? പാർട്ടി ഒരു നടപടിയില്ല. BJPൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? BJP ആർക്കെതിരെ ഒരു നടപടി എടുക്കില്ല. എല്ലാ കാര്യങ്ങളും ശരി, ഇപ്പം കഴിഞ്ഞോട്ടെ, ഈ പ്രശ്നം വരുമ്പോൾ സംസാരിക്കും, അത് കഴിഞ്ഞ് വിട്ടേക്കും. അടുത്ത പ്രശ്നം വരാൻ വെയിറ്റ് ചെയ്യും. ഇത് ആരായി പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ ഒരേ ആൾക്കാർ തന്നെയായിരിക്കും അടുത്ത പ്രശ്നം ഉണ്ട്, അതുവരെ വെയിറ്റ് ചെയ്യും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ആ നിലപാട് മാറ്റിയിട്ട് ശക്തമായി പ്രതികരിക്കാൻ ഈ പാർട്ടി നേതാക്കന്മാർക്കതിനെ നിലപാട്, അഴിമതിക്കാർക്കാണെങ്കിൽ അഴിമതിമാർക്ക്, അത് ഈ പാർട്ടിക്ക് ഉള്ളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സുരേന്ദ്രൻ്റെ കുറ്റം കൊണ്ട് മാത്രമാണ് പാലക്കാട് തോറ്റെന്നുള്ളത് ഒരിക്കലും അത് ലോജിക്കലി അല്ല. കാരണം ആകെ 4000 വോട്ടേ കുറഞ്ഞിട്ടുള്ളൂ. 4000 വോട്ട് പാലക്കാട് ജില്ല മുഴുവനായിട്ടാണ് കുറഞ്ഞത്, ഒരു സ്ഥലത്ത് നിന്ന് പ്രത്യേകിച്ചല്ല. അതിന് 6000 വോട്ട് ചെയ്യാതെയും പോയിട്ടുണ്ട്. ശരി, BJPയിൽ പൊട്ടിത്തെറിയ പ്രതീക്ഷിച്ച പൊട്ടിത്തെറിയോ എന്നതാണ് നമ്മുടെ ചോദ്യം. പ്രതീക്ഷിച്ചത് മാധ്യമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ പൊട്ടിത്തെറി കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി ആവർത്തിച്ച് ആരാണോ എതിർത്ത് പറയുന്നത് അവരെ തന്നെ ലക്ഷ്യമിട്ട് പലതവണ ശിവരാജൻ എന്നയാളുടെ പ്രതികരണം എത്ര തവണയാണ് സൗണ്ട് ബൈറ്റ് എല്ലാ ചാനലുകളിലും വന്നത് എന്നൊന്ന് എണ്ണ എടുക്കുന്നത് നന്നായിരിക്കും. തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഏറ്റവും കൂടുതൽ സൗണ്ട് ബൈറ്റ്സ് വന്നിരിക്കുന്നത് ദേശീയ കൗൺസിൽ അംഗമായ ശിവരാജൻ്റേതാണ്. അദ്ദേഹം ഒരിക്കൽ പറയുന്നതല്ല പിന്നീട് പറയുന്നത്. UDF പ്രവർത്തകർ ലഡുവുമായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. നമ്മുടെയും
ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ അത് കിടപ്പുണ്ട്. അപ്പോൾ ശിവരാജൻ എത്രത്തോളം പാർട്ടിയോട് കൂറുള്ളയാളാണ് എന്നതാണ് അദ്ദേഹം ആദ്യം വ്യക്തമാക്കേണ്ടത്. കാരണം അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം പാർട്ടിയോടുള്ള കൂറുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ പാർട്ടി നേതൃത്വം അത് പരിശോധിക്കുകയും വേണം. കാരണം അദ്ദേഹം പറയുന്ന പേരുകളിലൊന്ന് പാലക്കാട് ചുമതലയുള്ള പാലക്കാട് ജില്ലയുടെ പ്രഭാരിയായ രഘുനാഥിനെതിരെയാണ്. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ കോൺട്രിബ്യൂഷൻ നടത്താൻ കഴിഞ്ഞില്ല എന്ന് ശിവരാജൻ ആവർത്തിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സൗണ്ട് ബൈറ്റ്സ് എല്ലാ ചാനലുകളും ഞാൻ മനസ്സിലാക്കുന്നത് ശിവരാജൻ്റെതാണ് വന്നത്. എല്ലാവരോടും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഇതാണ്. മാത്രമല്ല പാലക്കാടിനെ അറിയാവുന്ന അല്ലെങ്കിൽ പാലക്കാട് അത്യാവശ്യം എല്ലാ പോക്കറ്റുകളിലും ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളുടെ ബേസ് എന്താണ് എന്നതൊക്കെ ആ പാർട്ടി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെയാണ് നഗരസഭാ അധ്യക്ഷ ഇന്ന് വന്ന് കൊടുക്കുന്ന സൗണ്ട് ബൈറ്റ്. അത് ഒരു ആലോചിച്ചുറപ്പിച്ച് എല്ലാ മാധ്യമങ്ങളുടെയും മൈക്ക് ഐ ഡി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചു വരുത്താതെ അങ്ങനെ ഒരു സൗണ്ട് ബൈറ്റ് കൊടുക്കില്ല. അപ്പോൾ ആ ആലോചിച്ചുറപ്പിച്ച് നടത്തിയ പ്രതികരണങ്ങളായിട്ടാണ് ഞാൻ അതിനെ രണ്ടിനെയും കാണുന്നത്. ഇപ്പോൾ പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാര്യമായ പ്രതികരണങ്ങൾ നമ്മൾ നേതാക്കളിൽ നിന്ന് കാണുന്നില്ല. മാഡത്തിൻ്റെ ചർച്ചയിലടക്കം BJPയുടെ പ്രതിനിധി വന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് പാർട്ടിയിൽ കൃത്യമായ ചർച്ച ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചന തന്നെയാണ്. അതായത് പാർട്ടി ഫോറങ്ങളിൽ പറയേണ്ടതും അത് എല്ലാ പാർട്ടിക്കും അതെ, CPIM ആയാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും BJP ആയാലും മറ്റേത് പാർട്ടി ആയാലും എല്ലാ പാർട്ടികൾക്കും അതിൻ്റേതായ ആഭ്യന്തര ഫോറങ്ങളുണ്ട്. ആ ഫോറങ്ങളിലാണ് കൃത്യമായ ചർച്ചകൾ, വിമർശനങ്ങൾ, തെറ്റിദ്ധരുത്തൽ നടപടികൾ അതൊക്കെ നടക്കുക. അതിനു പകരം പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളിലേക്ക് പോയത് പല തലകളും ഉരുളാൻ ഇടയാക്കും എന്ന് വേണം കരുതാൻ. ഇവിടെ ഉണ്ണിസാർ പറഞ്ഞ ഒരു കാര്യം ഏകദേശം ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് സംഭവ വികാസങ്ങൾ പോകുന്നത്. അതായത് ലക്ഷ്യം യഥാർത്ഥത്തിൽ C. കൃഷ്ണകുമാർ ആണോ അതോ K. സുരേന്ദ്രനാണോ എന്ന രീതിയിലാണ് അങ്ങ് ഒരു സംശയം മുന്നോട്ട് വെച്ചത്. അക്കാര്യം ആ പാർട്ടി പരിശോധിക്കുമായിരിക്കും. കാരണം പൊതുസമൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം പ്രത്യേകിച്ചും K. സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഉയരുന്നുണ്ടെങ്കിൽ അക്കാര്യവും പാർട്ടി പരിശോധിക്കുമായിരിക്കും. എന്തായാലും ഈ പൊട്ടിത്തെറി അത് മാധ്യമങ്ങൾ പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതലായി BJP ക്യാമ്പിലേക്ക് ചെന്നതും. കാരണം LDF നിന്ന് ഈ SDPI ബന്ധം, വർഗീയത തുടങ്ങിയ പ്രതികരണങ്ങൾ മാത്രമാണ്. പക്ഷേ പാർട്ടിക്കുള്ളിൽ ഒരു കലാപം അത് പ്രതീക്ഷിച്ചത് BJPയിലാണ്. അത് കൃത്യമായി മാധ്യമങ്ങളിൽ പ്രതികരണങ്ങളായി വരികയും ചെയ്തു. പിന്നെ നമ്മൾ പൊട്ടിത്തെറിയില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചിരുട്ടാക്കുന്നതിന് എന്തായാലും അങ്ങനെ അന്ധമായി പറയുന്നതിനോട് എനിക്കും യോജിക്കാൻ കഴിയില്ല. പൊട്ടിത്തെറിയുണ്ട്. ആ പൊട്ടിത്തെറിയാണ് നമ്മൾ കാണുകയും ചെയ്തത്. അത് ഡിസ്പ്ലേഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. നഗരസഭയുടെ അധ്യക്ഷ തന്നെ പറയുന്നു, 28 കൗൺസിലർമാരെ ലീഡ് ചെയ്തുകൊണ്ട് ആ ഭരണം കൊണ്ടുപോകുന്ന വ്യക്തി തന്നെ പറയുന്നു. മാത്രമല്ല ഇന്ന് UDF കൗൺസിലർമാർ കൊണ്ടുവന്ന് കൊടുത്ത ലഡുവൊക്കെ അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരത് പറയുന്നത് വളരെ പ്ലെയിൻ ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അവർ നേരത്തെ സ്ഥാനാർത്ഥിയെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും അവർ പ്രചാരണത്തിൻ്റെയൊക്കെ മുൻനിരയിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരത് പറഞ്ഞത് എന്നുള്ളത് ആത്മാർത്ഥമായി ഒരു വിലയിരുത്തലിലേക്ക് പോകേണ്ട കാര്യം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കൂട്ടുത്തരവാദിത്തമാണ്. അതിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ റേറ്റിംഗ് ആയാലും ഒരു തെരഞ്ഞെടുപ്പ് ഫലമായാലും അതൊക്കെ ഒരു കൂട്ടുത്തരവാദിത്തത്തിൻ്റെ ഫലമാണ്. അത് വ്യക്തി കേന്ദ്രീകൃതമല്ല. ഇപ്പോൾ ഈ ടീമിനെ നയിക്കുന്ന ആളെന്ന നിലയിൽ മാനേജിംഗ് എഡിറ്ററും MDയുമായ ആൻഡോ സാറിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഇന്ന് K. സുരേന്ദ്രൻ പറഞ്ഞതുപോലെ വിജയമായാലും തോൽവിയായാലും അതിൽ ആദ്യ പ്രതികരണം നടത്തേണ്ടത് ആൻഡോ സാറാണ്. സമാനമായ രീതിയിൽ ഇന്ന് K. സുരേന്ദ്രൻ പ്രതികരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ധാർമ്മിക ഉത്തരവാദിത്തം എനിക്കാണ്. അതൊരു ടീം ലീഡർ ചെയ്യേണ്ട കാര്യമാണ്. ആസ് എ ടീം ലീഡർ അതൊരു നല്ല ജസ്റ്ററായിട്ടാണ് ഞാൻ കാണുന്നത്. K. സുരേന്ദ്രൻ ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചു. ആ തെരഞ്ഞെടുപ്പിനെ മാത്രമല്ല ചേലക്കരയും വയനാടിനെയും ഒക്കെ മുന്നിൽ നിന്ന് നയിച്ചു. അദ്ദേഹത്തിൻ്റെ ടീമിലെ തന്നെ പല ആളുകളെ 3 ഉപതെരഞ്ഞെടുപ്പുകൾക്കായി ചുമതല വിഭജിച്ച് നൽകി. അവരെല്ലാവരും കൃത്യമായി അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നത് ഇടയ്ക്കിടെ ഉറപ്പുവരുത്തി. 3 മണ്ഡലങ്ങളിലും ഒരേ സമയം നിൽക്കാൻ കഴിയില്ല. എങ്കിലും ചേലക്കരയിൽ ഒന്നിടപെട്ട ദിവസങ്ങളിൽ പോകുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ചേലക്കരയിൽ 10,000 വോട്ട് കൂടുമ്പോൾ ചേലക്കരയിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് പാർട്ടിക്ക് കൃത്യമായി പോക്കറ്റുകളിലേക്ക് കടന്നു കയറാൻ LDFിൻ്റെയും UDFിൻ്റെയും ഒക്കെ വോട്ടുകൾ ചോർത്തിയെടുത്ത് സമാഹരിക്കാൻ കഴിയുന്നത് ഇപ്പോൾ രമ്യ ഹരിദാസിന് കുറച്ചുകൂടി ഭൂരിപക്ഷം LDFിൻ്റേത് കുറച്ച് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. BJP ഇത്രയും വോട്ട് പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള വിലയിരുത്തലാണ് UDF നടത്തുന്നത്. യഥാർത്ഥത്തിൽ ചേലക്കരയിൽ വിജയം പ്രതീക്ഷിച്ചത് UDF ആണെങ്കിലും അവിടെ വോട്ട് വർധനയുടെ കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നത് BJP ആണ്. ഇപ്പുറത്ത് പാലക്കാട്ടെ പരാജയത്തിൻ്റെ ഒരു ഭാരം അത് സംസ്ഥാന അധ്യക്ഷൻ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും ചേലക്കരയിലെ ഈ വോട്ട് ഉയർന്നതിൻ്റെയും ക്രെഡിറ്റ് അദ്ദേഹം ഏറ്റെടുക്കേണ്ടതാണ്. കാരണം ഡെബിറ്റ് മാത്രം പോരല്ലോ ഒരു അക്കൗണ്ടിൽ, ക്രെഡിറ്റും വേണമല്ലോ. അപ്പോൾ K. സുരേന്ദ്രൻ്റെ അക്കൗണ്ടിലേക്ക് ചേലക്കരയിൽ വോട്ട് ഉയർന്നതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നതില്ല. K. സുരേന്ദ്രൻ അവിടെ മത്സരിച്ചതിന് അടുത്തേക്ക് തന്നെ വോട്ട് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോഴും എത്തിക്കാൻ നവ്യ ഹരിദാസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയും K. സുരേന്ദ്രൻ എന്ന ലീഡറുടെ കീഴിലുള്ള ടീം തന്നെയാണ് പ്രവർത്തിച്ചത്. MT രമേശ് അടക്കമുള്ള ആളുകൾ വയനാട്ടിലുണ്ടായിരുന്നല്ലോ. KK അനീഷ് കുമാർ അടക്കമുള്ള ആളുകൾ ചേലക്കരയിലും ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ രഘുനാഥാണ് പാലക്കാട്ട് ക്യാമ്പ് ചെയ്തത്. പാലക്കാട്ടെ
പാലക്കാട്ടെ പ്രഭാരി രഘുനാഥാണ്, നാരായണൻ നമ്പൂതിരി ആണ് ഇലക്ഷൻ ഇൻചാർജ്. അപ്പോൾ ഓരോരുത്തർക്കും കൃത്യമായി ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ചു കൊടുത്ത ഒരു ടീം ലീഡർ, ആൻഡ്രോ സാർ ഇപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഓരോ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് പോലെ ഒരു ടീം ലീഡർ എന്ന നിലയിൽ എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ചു കൊടുത്തു. ആ ഉത്തരവാദിത്തങ്ങളിൽ ഓരോരുത്തരും എത്രത്തോളം പെർഫോം ചെയ്തു എന്ന ഒരു അനാലിസിസ് നടക്കേണ്ടത് ആ പാർട്ടിയുടെ ആഭ്യന്തര ഫോറത്തിലാണ്. ആ ഒരു കണക്കെടുപ്പ് നടക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തിരുവമ്പാടി മണ്ഡലത്തിലെ ക്രിസ്ത്യൻ കുടിയേറ്റ പ്രദേശങ്ങളിൽ വോട്ട് കൂടിയത് തിരുവമ്പാടി, കോടഞ്ചേരി പഞ്ചായത്തുകൾ ഞാൻ വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. അതിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ വോട്ട് വർധനയുണ്ടായിട്ടുണ്ട്. 2041 ആയിരുന്നു അന്ന് കിട്ടിയതെങ്കിൽ ഇന്നിപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും അവിടെ 2110. അത് ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലയാണ് അല്ലേ സാർ? ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലയാണ് തിരുവമ്പാടി, കോടഞ്ചേരി പഞ്ചായത്തുകൾ. അതുപോലെ കൂടരഞ്ഞി പഞ്ചായത്ത്, കോടഞ്ചേരി പഞ്ചായത്തിൽ 1885 നിന്ന് 1921 വോട്ട് ഉയർന്നിട്ടുണ്ട്. 74, 76 ബൂത്തുകളിൽ രണ്ടാം സ്ഥാനം BJPക്കാണ്. അതുമാത്രമല്ല 48, 55 ബൂത്തുകളിലും രണ്ടാം സ്ഥാനത്ത് BJP ആണ്, LDF അല്ല. ഞാൻ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കാര്യമാണ് പറയുന്നത്. പുതുപ്പാടി പഞ്ചായത്തിലെ 28ാം ബൂത്ത്, മുക്കം നഗരസഭയിൽ 106, 109, 110 അങ്ങനെ കൃത്യമായ പോക്കറ്റുകളിലേക്ക് കടന്നു കയറാൻ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ട ആ ഒരു ഇൻറോഡ്സ് തന്നെയാണ്. അതിപ്പോഴും ആക്റ്റീവായി നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം അയാളൊരു മോശം ലീഡർ ആണെന്നല്ല, അല്ലെങ്കിൽ മോശം ക്യാമ്പയിനർ ആണെന്നല്ല. കൃത്യമായി ഫംഗ്ഷൻ ചെയ്യേണ്ട പഞ്ചായത്തിലേക്ക് വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുനമ്പം പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായി വിഷയങ്ങൾ ഉയർത്തി ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലകളിലാണ് വോട്ട് കൂടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബൂത്ത് തിരിച്ചുള്ള കണക്ക് അക്കാര്യത്തിൽ എടുത്തത്. ഇവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കൂട്ടുത്തരവാദിത്തത്തോടെ എല്ലാവരിലേക്കും ഈ ചാർജുകൾ അസൈൻ ചെയ്തുകൊണ്ട് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അങ്ങനെ പോയ കെ സുരേന്ദ്രന് പിഴച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ആ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പോൾ ഒരു സി കൃഷ്ണകുമാറിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം മാത്രമല്ല, ചേലക്കരയിൽ കെ ബാലകൃഷ്ണൻ വോട്ടുയർത്തിയതിൻ്റെയും ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലകളിൽ മുനമ്പമടക്കമുള്ള വഖഫ് വിഷയം വളരെ ശക്തമായി ഉന്നയിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയത് കെ സുരേന്ദ്രനാണ്. മാത്രമല്ല സി കൃഷ്ണകുമാർ ഈ മുനമ്പത്തേക്ക് പോയതിന്റെ ഗുണം കിട്ടിയത് നവ്യ ഹരിദാസനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പാലക്കാട്ട് വോട്ട് ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇത് കൃത്യമായി ഈ ഒരു കുടിയേറ്റ മേഖലകളിൽ കൃത്യമായി ഇത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് LDFനെ മറികടന്ന് BJP വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ക്രമാനുഗതമായി ഈ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആസ് എ ലീഡർ അയാളൊരു പരാജയമാണ് എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ കൂട്ടുത്തരവാദിത്തോടെ ഒരു ടീമിനെ നയിക്കുമ്പോൾ ആ ടീമിൻ്റെ ഒരു പാർട്ട് ഇപ്പോൾ 4 പേർക്ക് ഒരു അസൈൻമെൻറ്റ് തരുമ്പോഴേക്കും അതിൽ 2 പേർ നന്നായി പെർഫോം ചെയ്തു, 2 പേർ നന്നായി പെർഫോം ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആ പെർഫോം ചെയ്യാത്ത ആളുകളെ തള്ളിപ്പറയുന്നയാളല്ല ഒരു ലീഡർ. അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ ഇന്ന് നെയിമിങ്ങിലേക്ക് പോകാതിരുന്നത്. മറ്റേതൊരു പാർട്ടിയിലാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു കൃത്യമായി നെയിമിങ്ങിലേക്ക് പോകും, നെയിം ഷെയ്മിങ്ങിലേക്ക് പോകും. ഇന്നയാളുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെയല്ല, അയാൾ ചെയ്തതെന്താണ്? ഞാനാണ് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്, ധാർമ്മികമായ ഉത്തരവാദിത്തം ടീം ലീഡർ എന്ന നിലയിൽ എൻ്റേതാണ് എന്നാണ് കെ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞത്. മാത്രമല്ല ഈ ഒരു പൊട്ടിത്തെറി എന്ന് നമ്മൾ പറയുമ്പോൾ ഈ നേതാക്കൾ പറഞ്ഞ കാര്യങ്ങളെ അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. ഇവിടെ തൃശ്ശൂരിലാണല്ലോ ലോക്സഭാ സീറ്റ് ആദ്യമായി BJPക്ക് കിട്ടുന്നത്. താമര ചിഹ്നത്തിൽ തന്നെ കിട്ടുന്നു. സുരേഷ് ഗോപി വിജയിക്കുന്നു. സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം, സുരേഷ് ഗോപി 3ാമതാകുമെന്നാണ് അങ്ങടക്കം നിരീക്ഷിച്ചിട്ട് പ്രവചിച്ചത്. പക്ഷേ മികച്ച വിജയത്തിലേക്ക് പോയി 75,000ന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. അന്ന് അതിൻ്റെ ക്രെഡിറ്റ് കെ സുരേന്ദ്രൻ എടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? അന്ന് ഞാനാണ് ഇതിൻ്റെ ഈ വിജയം എൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അയാളെ നിങ്ങൾ കാണില്ല. അയാൾ അങ്ങനെ ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ല. ഇത് പാർട്ടിയുടെ വിജയമാണ്, ടീമിൻ്റെ വിജയമാണ് എന്നാണ് പറയുന്നത്. അതൊരു ടീമിനെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ലീഡർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അന്നും ഈ കെ സുരേന്ദ്രൻ തന്നെ ആയിരുന്നല്ലോ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. ഒരു സീറ്റ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പുകഴ്ത്തലോ എന്തെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഇവിടെ ഇപ്പോൾ പാലക്കാട്ട് വോട്ട് കുറഞ്ഞപ്പോൾ കെ സുരേന്ദ്രൻ മാത്രമാണ് ഉത്തരവാദി. നമ്മളടക്കം നമ്മുടെ ഫീൽഡിൽ നിന്ന് വന്ന റിപ്പോർട്ട് എന്താണ്? RSS നേരിട്ട് പ്രചാരണത്തിനിറങ്ങുന്നു, RSS നേരിട്ട് നയിച്ചു. പക്ഷേ പരാജയം വരുമ്പോൾ RSS എന്നുള്ള പേരേ ഇല്ല. അവിടെ കെ സുരേന്ദ്രൻ എന്ന ഒറ്റ പേരിലേക്ക് ഒതുങ്ങുകയാണ്. RSS അവിടെ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്, വോട്ടുകൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്. വീഴാതെ പോയ വോട്ടുകൾ അത് അനുഭാവികളുടെ വോട്ടാണോ അതോ നിഷ്പക്ഷരായ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങോട്ട് വോട്ട് ചെയ്ത ആളുകളുടെ വോട്ടാണോ? അതെന്തുകൊണ്ട് പോൾ ചെയ്യപ്പെടാതെ പോയി? അവർ വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കാൻ എന്തുകൊണ്ട് തീരുമാനിച്ചു? അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചതാരാണ്? അങ്ങനെ ഒരു ഇൻട്രോസ്പെക്ഷനിലേക്ക് പോകണം. അതാ എൻറ്റയർ ടീമിൻ്റെയും പെർഫോമൻസ് ഓഡിറ്റാണ് നടത്തേണ്ടത്. ആസ് എ ലീഡർ ഇനി കെ സുരേന്ദ്രൻ ചെയ്യേണ്ടത് അതാണ്. പെർഫോമൻസ് ഓഡിറ്റ് നടത്തണം. ഇവിടെ ഈ തിരുവല്ലാമലക്കാരൻ കെ ബാലകൃഷ്ണന് വേണ്ടി തൃശ്ശൂരിലെ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാർ ആക്റ്റീവായി നിന്നതുപോലെ മറ്റിടങ്ങളിൽ നിന്നിട്ടുണ്ടോ? എല്ലാവരുടെയും ഒരു പെർഫോമൻസ് ഓഡിറ്റ് വരട്ടെ. അപ്പോൾ കൃത്യമായി അത് മനസ്സിലാക്കാൻ കഴിയും. പാലക്കാട്ടെ സി കൃഷ്ണകുമാറിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ ആ പാർട്ടി ചെയ്യേണ്ടത് അതുതന്നെയാണ്. ഇവിടെ നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പാർലമെന്ററി ബോർഡാണ്. എല്ലാ തവണയും ചെയ്യുന്നത് പോലെ പാർലമെന്ററി ബോർഡ് തന്നെയാണ് BJPയുടെ ഒരു സംവിധാനം അനുസരിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ഏത് മണ്ഡലത്തിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 20 മണ്ഡലങ്ങളിലേക്ക് 3 പേരുടെ പേരാണ് പോയത്. ഒറ്റ പേര് നിർദ്ദേശിച്ചുകൊണ്ട് അയക്കുന്ന സംവിധാനമില്ല. ആ 3 പേരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കും. ആ 3 പേരിൽ നിന്ന് സി കൃഷ്ണകുമാറിനൊപ്പം അയച്ച 2 പേരുകൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവർ ശോഭാ സുരേന്ദ്രനാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ, എനിക്ക് ആരാണെന്ന് അറിയില്ല. എന്തായാലും ആ മറ്റ് 2 പേരും താല്പര്യമില്ല, ഞങ്ങൾ വില്ലിംഗ് അല്ല എന്ന് പറയുമ്പോൾ പിന്നെ ബാക്കിയുള്ള ഒരാളെ പ്രഖ്യാപിക്കാതെ മത്സരമില്ലാതെ മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. UDF അങ്ങ് ജയിച്ചോട്ടെ എന്ന് കരുതി മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ സി കൃഷ്ണകുമാർ വരുന്നു എന്നതല്ലാതെ
അതെ സി കൃഷ്ണകുമാർ എനിക്ക് പാലക്കാട് കിട്ടിയേ തീരൂ, അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് അയാൾ മലമ്പുഴയിലേക്ക് പോയി? പാലക്കാട്ട് നിൽക്കാമായിരുന്നല്ലോ. ഈ ശ്രീധരൻ മത്സരിക്കുന്ന വേളയിൽ പാലക്കാട്ട് നിൽക്കാമായിരുന്നു. കാരണം നേരത്തെ ആൻഡോ സാർ സൂചിപ്പിച്ചതുപോലെ സി കൃഷ്ണകുമാറിന്റെ വീട് ഉൾപ്പെടുന്ന മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാടാണ്. അവിടെ വോട്ടുള്ള സി കൃഷ്ണകുമാർ അവിടെയല്ലേ മത്സരിക്കേണ്ടത്? അല്ലാതെ ഇതുവരെ മത്സരിച്ചിട്ടില്ല. അതാ പറഞ്ഞേ, മലമ്പുഴയിലേക്ക് പോയി മത്സരിക്കേണ്ടല്ലോ. 2 തവണയും മലമ്പുഴയിൽ മത്സരിച്ചു, 2 തവണയും അവിടെ വോട്ട് വർദ്ധിപ്പിച്ചു. അതായത് സ്വന്തം മണ്ഡലത്തിലല്ല, ഇപ്പുറത്തുള്ള മണ്ഡലത്തിൽ അതിർത്തി പങ്കിടുന്നതാണ്. ഈ ശ്രീധരൻ അവിടെ സീറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചൂടെ? അതെ, ഈ ശ്രീധരന് വേണ്ടി, അതായത് അദ്ദേഹത്തിന്റെ വീട് ഉൾപ്പെടുന്ന ഇടങ്ങളിലൊക്കെ പ്രചാരണത്തിനും അദ്ദേഹം ഉണ്ടായിരുന്നു. മലമ്പുഴയിലെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്നതിനൊപ്പം ഇവിടെ എല്ലാ പശ്ചാത്തല സൗകര്യം ഒരുക്കാനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സി കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു എന്നതുകൂടി നമ്മൾ ഓർക്കണം. മാത്രമല്ല നഗരസഭയുടെ ഭരണം അതൊക്കെ ഇതിന് അനുകൂലമായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണ് സി കൃഷ്ണകുമാർ എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇക്കാര്യത്തിൽ പാർട്ടി ഒരു ഇൻട്രോസ്പെക്ഷനിലേക്ക് പോകട്ടെ. തുടർച്ചയായി ഒരാൾ തന്നെ മത്സരിക്കുന്നു എന്ന ഒരു എതിർവികാരം ആളുകൾക്കുണ്ട് എങ്കിൽ അതൊക്കെ മാറ്റി മറ്റൊരു സമീപനത്തിലേക്ക് പോകേണ്ട, ജയസാധ്യത നോക്കിയ ആളുകളെ മത്സരിപ്പിക്കുന്ന, എല്ലാവരുടെയും അഭിപ്രായം എടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്ന അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഒരു പാർട്ടിയുടെ ആഭ്യന്തര ഫോറത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതേക്കുറിച്ച് ഞാൻ എന്തായാലും കമന്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. എന്തായാലും പ്രകാശ് ജാവ്ദേക്കർ കൃത്യമായി പറഞ്ഞു, എക്സ്പോസ്റ്റും ഇട്ടു. കേട്ടാൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടി എക്സ്പോസ്റ്റ് അദ്ദേഹം 2 തവണയാണ് ഇട്ടത്. ആരോടും രാജി ആവശ്യപ്പെടുകയോ ആരും രാജിവെക്കുകയോ ചെയ്യുന്നില്ല എന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞ സ്ഥിതിക്ക് രാവിലെ മുതലുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കെ സുരേന്ദ്രന്റെ രാജി എന്ന് പറയുന്നത് ആ ഒരു ബ്രേക്കിംഗ് ന്യൂസായി അവസാനിച്ചു. കൃത്യമായി കെ സുരേന്ദ്രൻ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു, ഞാനാണ് അതിന് റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞതോടുകൂടി ആ വിവാദം അവിടെ അവസാനിക്കുകയാണ്. പൊട്ടിത്തെറിക്കുന്നവർ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും, പക്ഷേ അത് പാർട്ടിയുടെ ഫോറങ്ങളിൽ പൊട്ടിത്തെറിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു തീരുമാനമാകും. മാധ്യമങ്ങളിലെ സൗണ്ട് ബൈറ്റിലൂടെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന് പൊട്ടിത്തെറിക്കുന്നവർ ഓർക്കുന്നത് നല്ലതായിരിക്കും. ഈ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞല്ലോ, അതിനുള്ളൊരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഇലക്ഷനിൽ തോൽക്കുകയാണെങ്കിൽ പിന്നെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പിന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, തോക്കാൻ സാധ്യതയുണ്ടെങ്കിൽ മത്സരിക്കാതിരിക്കുക എന്നുള്ളത് കൊണ്ട് മത്സരിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 സ്ഥാനാർത്ഥികളും ശ്രീകൃഷ്ണകുമാർ മാത്രമേ, പ്രത്യേകിച്ച് BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കാറില്ല എന്ന് പറയാറില്ല. കാരണം അത് അങ്ങനെയാണല്ലോ. അപ്പോൾ ആ സ്ഥലയ്ക്ക് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നതുകൊണ്ട് സംഘടന തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പാലക്കാട് തോറ്റു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ തോറ്റയാളെ പിടിച്ച് സംസ്ഥാന പ്രസിഡന്റ് ആക്കാൻ പറ്റില്ല, അതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്തായാലും മത്സരിച്ചല്ലേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഇപ്പോൾ പ്രതീക്ഷിച്ച പൊട്ടിത്തെറിയോ എന്നായിരുന്നു നമ്മുടെ ചോദ്യം. അതേ എന്നാണ് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.